ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാ സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബഹുമാനികളെ, നന്ദി ദാറുസ്സലാമിൽ ശംസുൽ ഉലമയുടെയും ഷെയ്ഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും ഒക്കെ ശിഷ്യന്മാരായി നാം പഠിക്കുന്ന കാലത്ത് നമ്മോടൊപ്പം ഇടപഴകി ജീവിച്ച ഒരു ആത്മസുഹൃത്താണ് പാണാവള്ളി ഉസ്താദ്. അദ്ദേഹം അന്ന് തന്നെ ജീവിതം വളരെ ലളിതവും അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് നിസ്കാരങ്ങളും ദിക്ർ സ്വലാത്തുകളും ഹദ്ദാദ് പോലത്തെ പതിവായി ചൊല്ലേണ്ട ദിക്റുകളും വളരെ ചിട്ടയോടെ ചെയ്യുന്ന ആളായിരുന്നു. മഹാന്മാരെ സിയാറത്ത് ചെയ്യുക എന്നത് അദ്ദേഹത്തിന് ഒരു പ്രത്യേകം ലദ്ദത്താണ്. എത്ര സാഹസപ്പെട്ടും മഹാന്മാരുടെ മക്ബറ തേടി അദ്ദേഹം അന്നേ യാത്ര ചെയ്യുന്നത് അനുഭവത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതവും ആ രൂപത്തിലാണ്. അത്യാവശ്യം നമ്മോടൊക്കെ കൂടെ ചേരുകയും തമാശകളിലും വർത്തമാനങ്ങളിലുമൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരു അമിത സംസാരവും കാര്യങ്ങളും അന്നേ ഇല്ല. അദ്ദേഹം പിന്നീട് സൂഫി ലോകത്തിൻ്റെ കിതാബുകൾ ഏറെ മുതാല ചെയ്യുകയും മഹാന്മാരായ ഔലിയാക്കളെ ചരിത്രത്തിൽ അവരെ ജീവിതത്തിൽ വളരെയധികം ലദ്ദത്ത് കണ്ടെത്തുകയും ചെയ്ത ഒരു പ്രധാനിയാണ്. നമ്മുടെ ദാരിമി ഗ്രൂപ്പിൽ നടക്കാറുള്ള ചില അനുസ്മരണങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ അവതരണങ്ങൾ നാം ഓർക്കുന്നുണ്ടാകും. ഒരിക്കൽ ശംസുൽ ഉലമയുടെ അനുസ്മരണം അദ്ദേഹം ഈ ഗ്രൂപ്പിൽ നടത്തിയത് വളരെ ഹൃദയസ്പർക്കായി നമ്മുടെ മനസ്സിലുണ്ടാകും. പിന്നീട് അദ്ദേഹം ഈ ഉസ്താദുമാരായ ആളുകൾ വളരെ ചെറിയ ശമ്പളത്തിന് ജീവിക്കുന്നവരാണ്. അവർക്കൊരു ജീവിതോപാധി ഹലാലായ രൂപത്തിൽ ഉണ്ടാകട്ടെ എന്ന് കരുതിയായിരിക്കാം അദ്ദേഹം തിബ്ബിൽ അസ്മാഉ തിബ്ബിൽ കുറെ ക്ലാസ്സുകളും അസ്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളും കേരളത്തിലുടനീളം നടത്തുകയും ആ നിലക്ക് ഒട്ടേറെ ഉസ്താദുമാർക്ക് ജീവിതോപാധി കണ്ടെത്താൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. ആരെങ്കിലുമൊക്കെ പഠിക്കാതെ ദുരുപയോഗം ചെയ്യുന്നുണ്ടാകാം. അത് ഏത് വിഷയത്തിനും ഉള്ളതാണല്ലോ. അതേ സമയത്ത് ഞാനൊരിക്കൽ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അത് മദ്രസ വിട്ടും അതേപോലെ തന്നെ ഇമാമത്തുമായിട്ടൊക്കെ വെറുതെ ഇരിക്കുന്ന ഉസ്താദുമാർ ജീവിതം പ്രാരാബ്ധത്തിലാണ്. അവർക്കെന്തെങ്കിലും ഒരു ഹലാലായ വരുമാനവും കൂടി ആവട്ടെ എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു കാര്യം ചെയ്യുന്നത് എന്ന് പ്രത്യേകം അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. പഴുന്നാന
ഉമർ ഹാജിയുമായും EK മുഹമ്മദ് ആരിമി പോലത്ത മഹാന്മാരുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധം വളരെ അഭേദ്യമാണ്. പാണാവള്ളി ഉസ്താദിൻ്റെ പിതാവ് യൂസുഫ് ഹാജി വലിയ മഹാനായിരുന്നു. ആ ഒരു അഡ്രസ്സിലാണ് അന്ന് മഹാനായ ശംസുലുലമ അദ്ദേഹത്തിന് നന്ദിയിൽ അഡ്മിഷൻ നൽകിയത്. ആ സമയത്ത് ശംസുലുലമ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യത നൽകുന്നത് പലപ്പോഴും കാണുകയും തെക്കൻ കേരളത്തിലേക്ക് വല്ല ആവശ്യങ്ങൾക്കുമൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തെ കൂടെ കൂട്ടുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ അതിശ്രേഷ്ഠ സമയത്താണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത്. അല്ലാഹുവേ, നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ എല്ലാ മഹത്വങ്ങളിലും അദ്ദേഹത്തെ നീ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും അദ്ദേഹത്തിനും റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശനം നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുകയാണ്. ഞാനിപ്പോൾ അബുദാബിയിലാണുള്ളത്. ഇന്ന് കാലത്ത് നോക്കുമ്പോൾ ഈ വാർത്തയാണ് കാണുന്നത്. അല്ലാഹ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ രംഗങ്ങളിലെ വേറിട്ട സാന്നിധ്യം. കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴയിലെ പാണാവള്ളിയിൽ സൂഫി വര്യൻ യൂസുഫ് ഹാജിയുടെയും നഫീസ ഹജ്ജുമ്മയുടെയും മകനായി ജനനം. ദാരിദ്ര്യത്തിൻ്റെ തീക്ഷ്ണത നേരിട്ടനുഭവിച്ച ബാല്യം. പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ ആത്മീയ അനുഭൂതി സമ്മാനിച്ച ഒരു അന്വേഷകന്റെ കൗമാരം. ആത്മാർത്ഥതയും അധ്വാനവും സമം ചേർന്ന പഠനകാലം. വൈജ്ഞാനിക, സാമൂഹിക, പ്രായോഗിക പ്രബോധന ജീവിതത്തിനിടയിൽ തുടർച്ചയായി 4 പതിറ്റാണ്ടിലേറെ ആത്മീയ ചികിത്സയുടെ ആഴങ്ങളിലേക്ക് പഠനമനനങ്ങളുടെ വഴിതെളിച്ച അപൂർവ വ്യക്തിത്വം. വ്യവസ്ഥാപിതമായ ആത്മീയ ചികിത്സ സമൂഹത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ അനിവാര്യത തിരിച്ചറിഞ്ഞ് സ്കൂൾ ഓഫ് ഇസ്ലാമിക് മെഡിസിൻ സിം എന്ന പഠന കോഴ്സ് വഴി ആയിരക്കണക്കിന് പണ്ഡിതന്മാർക്ക് അറിവിൻ്റെ നിറവെളിച്ചം പകർന്ന വ്യത്യസ്ത ഗുരുനാഥൻ. നാട്ടിലും മറുനാട്ടിലുമായി അനേകം ആത്മീയ പുരുഷന്മാരുമായി അടുത്ത ബന്ധവും സൽസരണി സഹവാസവും തുടരുന്ന ബഹുമാന്യരായ MY അബ്ദുള്ള ദാരിമി ഉസ്താദാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് ഉസ്താദിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഈ ആത്മീയ ചികിത്സാ രംഗത്ത് ഏറെക്കുറെ സജീവമായി വളരെ പ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു രംഗത്തേക്ക് കടന്നു വന്ന ഒരു ഘട്ടം കുട്ടിക്കാലം എങ്ങനെ ഓർത്തെടുക്കുന്നു? 12 വയസ്സുള്ളപ്പോൾ മുതലാണ് ആത്മീയ ചികിത്സയുമായി ഞാൻ ബന്ധപ്പെടുന്നത്. നന്ന ചെറുപ്പം മുതൽ തന്നെ വന്യരായ പിതാവിനെ കാണാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജാതി മത ഭേദമന്യേ ധാരാളം ആൾക്കാർ സന്ദർശിച്ചിരുന്നു. ഒരു ദിവസം വന്യരായ പിതാവ് സ്ഥലത്തില്ലായിരുന്നു. അങ്ങനെ ഒരാൾ വന്ന് വലിയൊരു രോഗം പറഞ്ഞു. ആദ്യമായി വാപ്സി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് തകിടെഴുതലോ ഹൈക്കലെഴുതലോ അല്ല, അസ്മാഉൽ ഹുസ്ന, അതാണ് അധികം പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ട് ഞാൻ പറഞ്ഞു, യാ ലത്തീഫ് ചൊല്ലിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ പറഞ്ഞ കാര്യം സാധിച്ചപ്പോൾ 3-ാമത്തെ ദിവസം പറഞ്ഞു, ഒരു കിണറിന് സ്ഥാനം കാണണമെന്ന്. സ്ഥാനം എന്ത് കിണറെന്ന് എനിക്കറിയില്ല. ഞാനവിടെ പോയി വാപ്സിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി തീർന്ന സ്ഥലത്ത് കിണർ കുഴിച്ചോളാൻ പറഞ്ഞു. പിന്നീട് വലിയ ഒരു സ്ഥാനനിർണയക്കാരൻ അവിടെ വന്നിട്ട് പറഞ്ഞു, ആരാണ് ഈ സ്ഥാനം നിർണയിച്ചത്? അതൊരു മഹാനാണല്ലോ. അന്ന് തൊട്ടിയുള്ള മഹാനായി. ഇതാണ് എൻ്റെ ഓർമ്മ. ആ കാലത്ത് ആത്മീയമായ ബന്ധം സ്ഥാപിച്ചിരുന്ന പ്രമുഖരാരൊക്കെയാണ്? ആ സമയത്ത് യഥാർത്ഥത്തിൽ ഞാൻ EK ഉമർ ഹാജി തങ്ങളെ കണ്ടിട്ടുണ്ട്, EK അഹമ്മദ് ഹാജി തങ്ങളെ കണ്ടിട്ടുണ്ട്, വന്യരായ തഖിയുദ്ദീൻ EK ദാരിമി ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, കൊച്ചി പുത്തിരിക്കാട് പള്ളിയിൽ ഇണങ്ങിയിരിക്കുന്ന അബ്ദുറഹ്മാൻ ഷെയ്ഖ്
ഇവരെല്ലാം വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്. അവരെല്ലാം ജാഹിദീങ്ങളും ആലിമീങ്ങളും സൂഫിയാക്കളും ഫുഖഹാക്കളുമായിരുന്നു. ഇവരെയെല്ലാം കണ്ടാണ് ഞാൻ ഒരു ആത്മീയമായ ഒരു രൂപത്തിലേക്ക് കണ്ടിരുന്നത്. ചികിത്സ എന്ന് പറയുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വന്നൊരു വിഷയം പറയുമ്പോൾ അപ്പം പറഞ്ഞു കൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ദിക്റും വിറുതും ഇബാദത്തും ഇൽമുമാണ് അവരെല്ലാം പ്രേരിപ്പിച്ചതും രൂപപ്പെടുത്തിയതും എല്ലാം കണ്ടിരിക്കുന്നത്. ഏതായാലും വളരെ പവിത്രമായ ഒരു പാരമ്പര്യമാണ് ആത്മീയ ചികിത്സ എന്ന് പറയുന്നത്. പക്ഷേ ഈ കാലത്ത് ഒരുപാട് വിമർശനങ്ങളും നേരിട്ട ഒരു മേഖലയാണ്. അത്തരം വിമർശനങ്ങളെ എങ്ങനെയൊക്കെയാണ് അതിജയിക്കാൻ കഴിയുക? വിമർശനങ്ങൾ, അള്ളാഹുവിൻ്റെ തൗഹീദിനെ പറ്റി വിമർശനമുണ്ട്, റസൂലുള്ളാഹിന്റെ റിസാലത്തിനെ പറ്റി വിമർശനമുണ്ട്, പരിശുദ്ധ ഖുർആന്റെ ഇജാസിനെ പറ്റി വിമർശനമുണ്ട്, അലോപ്പതി ചികിത്സയെപ്പറ്റി വിമർശനമുണ്ട്, ആയുർവേദത്തെ പറ്റി വിമർശനമുണ്ട്, സിദ്ധ യുനാനി എല്ലാത്തിനെ പറ്റി വിമർശനമുണ്ട്. അതുപോലെ ഒരു വിമർശനം ആത്മീയ ചികിത്സയെ പറ്റിയുമുണ്ട്. ഈ രൂപത്തിൽ നോക്കിയാൽ ഒന്നുമല്ല തന്നെ. എന്തായാലും അങ്ങനെ വിമർശനം നമ്മൾ എല്ലാ ഭാഗത്തുമുണ്ട് സമ്മതിക്കലോടുകൂടെ തന്നെ എല്ലാവരും വ്യാപകമായി പറയുന്നതാണ് ഈ രംഗത്ത് ഒറിജിനലുമുണ്ട് വ്യാജനുമുണ്ട് എന്ന്. അപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെ ഈ രംഗത്ത് ഒറിജിനലിനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ വ്യാജനെ തിരിച്ചറിയാം? വല്ല മാനദണ്ഡവും ഉണ്ടോ? അത് വളരെ എളുപ്പമാണ്. ഉസ്താദിന്റെ ചോദ്യമൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. കാരണം എൻ്റെ മറുപടി മുഴുവൻ ഉസ്താദിന്റെ ചോദ്യത്തിലുണ്ട്. എല്ലാ രംഗത്തുമുണ്ട്, ഈ രംഗത്തുമുണ്ട്. അപ്പോൾ ഒറിജിനലിന് ബസ്വീർ, സ്വർണ്ണപ്പണിക്കാരന് അറിയാം ഏതാണ് സ്വർണം ഏതാണ് സ്വർണമല്ലാത്തതെന്ന്. അത് പറഞ്ഞറിഞ്ഞുകൊണ്ട് സ്വർണം തൂക്കാൻ വരുന്നവരും വാങ്ങാൻ വരുന്നവരും വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ഉലമാക്കൾ അംഗീകരിച്ചത് സത്യമായും അല്ലാത്തതിനെ അസത്യമായും കാണാം. ഏതുപോലെ? സ്വർണം പോലെ. വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു നിർണായകമായ ഒരു ഘടകമാണത്. തീർച്ചയായിട്ടും ഈ രംഗത്ത് നമ്മൾ കൂടുതൽ പരിശോധിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്, മനസ്സുകളെ ചൂഷണം ചെയ്യുന്ന ഒരു വിഷയമാണ്. ഒരാൾ ഒരു ആവശ്യമായി ചെല്ലുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ മേത്ത് ഇന്ന ആളുകളുടെ ബാധയുണ്ട്, അല്ലെങ്കിൽ ഇന്ന തങ്ങൾ അവരുടെ ശരീരത്തിലുണ്ട്. അത്തരത്തിലൊക്കെ യാഥാർത്ഥ്യത്തിൽ ഉണ്ടോ? രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയാം. ഇന്ന തങ്ങളുടെ റൂഹ് വേറൊരു ജസദിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് പണ്ഡിതോചിതമായ ഒരു ചർച്ചയാണ് നാം ചെയ്യുന്നതെങ്കിൽ മുംകിനാണത്, സാധ്യതയുള്ളതാണ്. പക്ഷെ ഇന്ന് കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന ആ അർവാഹുകൾ ഒരു ജസദിലേക്ക് കയറി എന്ന് പറയുന്നത് 99% കളവാണ്, അസത്യമാണ്. ബാധയുണ്ടോ ഇല്ലേ എന്നറിയാൻ അത് വളരെ എളുപ്പമാണ്. മഹാനായ സദഖത്തുള്ള ഉസ്താദ്, അള്ളാഹു അവിടത്തേക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ബർസഖിയായ ജീവിതം സന്തോഷകരമാക്കട്ടെ. എങ്ങനെയാണ് സിഹ്ർ കണ്ടെത്തുക എന്നൊരു ചോദ്യം ഫത്താവുൽ നുസ്രത്തുൽ അലാമിൽ ചോദിച്ചിട്ടുണ്ട്. ആയുർവേദ ചികിത്സക്കാർക്ക് അറിയാമെന്നാണ് അതിന് മൂപ്പര് മറുപടി പറഞ്ഞത്. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു മറുപടിയും ചോദ്യമാണത്. അഥവാ രോഗം നിർണയിക്കാൻ ആയുർവേദമാകുന്ന ആ ഒരു ചികിത്സാ സമ്പ്രദായത്തിന് സാധിക്കുന്നത് പോലെ തന്നെ രോഗമല്ലാത്തത് എന്ത് എന്ന് നിർണയിക്കാൻ പറ്റും. അപ്പോൾ ഒരു വാദമോ പിത്തമോ കഫമോ അല്ലാത്ത ഒരു സ്ഥിതിയിൽ വൈകൃത്യങ്ങൾ കാണിക്കുമ്പോൾ അതൊരു പൈശാചിക ബാധയാണെന്ന് മനസ്സിലാക്കാം. ഇനി നാം ശരീഅത്ത് അല്ലെങ്കിൽ നമ്മുടെ മുൻകാല ഉലമാക്കൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതിന് ഒത്തിരി ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണ്ണടക്കുക, വൈകൃത്യങ്ങൾ കാണിക്കുക, വേണ്ടാധീനങ്ങൾ ചെയ്യുക, അട്ടഹസിക്കുക, ദുസ്വപ്നങ്ങൾ കാണുക പോലെയുള്ളത് കൊണ്ട് അത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. മറ്റു ചികിത്സ, അലോപ്പതി ആവട്ടെ, യുനാനി ആവട്ടെ, ആയുർവേദിക് ആവട്ടെ, അതിനൊക്കെ ഒരുപാട് പാരമ്പര്യം അവകാശപ്പെടാനുണ്ട്. തീർച്ചയായും ആത്മീയ ചികിത്സക്ക് അതിന് എത്രത്തോളം അതിന്റെ പാരമ്പര്യമുണ്ട്? വല്ല പ്രവാചകന്മാരും ഈ രംഗത്ത് ഉണ്ടായിരുന്നോ? അതെ, ആത്മീയ ചികിത്സ അല്ലാത്ത ഒരു ചികിത്സക്കും പാരമ്പര്യം പറയാനില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊക്കെ 240 കൊല്ലം മാത്രമേ ഇവിടെ അൽ ചികിത്സയാകുന്ന അലോപ്പതിക്കുള്ളൂ. അതിനേക്കാൾ പാരമ്പര്യമുള്ള ആയുർവേദമൊക്കെ പിന്നീടാണ് സമാന്തര ചികിത്സയായി ആയുർവേദം, യുനാനി, സിദ്ധ, അതുപോലെ തന്നെ ഹോമിയോപ്പതി സമാന്തര ചികിത്സയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ മനുഷ്യൻ ആദ്യത്തെ നബി, ആദ്യത്തെ നബി ആദ്യത്തെ രോഗി, ആദ്യത്തെ രോഗി ആദ്യത്തെ ഡോക്ടർ, എല്ലാം അങ്ങനെ ഇങ്ങോട്ട് പോന്ന് പല സാധനങ്ങളും ഷീസ് നബിയിലേക്ക് എത്തി. അങ്ങനെ ആ പ്രവാചക പരമ്പരയിൽ പല സാധനവും അത് അന്നുള്ള ലോഹങ്ങളിൽ എഴുതി
കുഴിച്ചിട്ടിരുന്നു എന്ന് മുൻകാല ഹുക്കമാക്കൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സാധനം ലുഖ്മാനുൽ ഹക്കീമിലേക്ക് എത്തി. അവിടെ നിന്ന് പോന്നു ആത്മീയ ചികിത്സ. ഒരാൾ വന്നു, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് സുഖമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ആ കുട്ടിയെ ഒന്ന് തടകി. തിരിച്ചു വന്നപ്പോൾ ആ കുട്ടിയുടെ അസുഖം മാറി. മറ്റൊരിക്കൽ പിന്നെ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോൾ വസ്ത്രം ചേർത്ത് പിടിച്ചു, അടി കൊടുത്തു. ഉഖ്റുജ് യാ അദുവല്ലാഹ് ഫഇന്നി റസൂലുള്ളാഹ്. അതാണ് ഏറ്റവും വലിയ തെളിവ്. അപ്പൊ ആത്മീയ ചികിത്സ അള്ളാഹുവിന്റെ റസൂൽ തന്നെ നടത്തി. അത്രയും വലിയ പാരമ്പര്യം അതിന് മാത്രമേ ഉള്ളൂ. ഈ ആത്മീയ ചികിത്സയിൽ ചില ആളുകളൊക്കെ ഈ നക്ഷത്ര ശാസ്ത്രത്തെ അവലംബിച്ച് കാണാം. ഈ ഷുമൂസുൽ അൻവാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശം. സത്യത്തിൽ ഒരു ഇതര മതസ്ഥരുടെ ഒരു രീതിയെ നമ്മൾ അവലംബിക്കലല്ലേ? അതെ, നല്ല ചോദ്യമാണ്. തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വലിയ വിഷയവുമാണ്. തിൽസമാനി ഷുമൂസുൽ അൻവാറിൽ പറഞ്ഞതും ഇവിടെ നക്ഷത്രശാസ്ത്രം രണ്ട് രൂപത്തിൽ നമുക്ക് വിലയിരുത്താം. ഖിബിലയും സ്ഥാനവും നിർണ്ണയിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി രണ്ട്. മൂന്നാമത്തേത് നക്ഷത്രങ്ങളുടെ ഫലം അറിയാൻ വേണ്ടി. രണ്ടും അനുവദനീയവും മറ്റത് മംനുമാണ് നമ്മുടെ ശരീഅത്തിൽ. അപ്പം ഇങ്ങനെ കൂട്ടിക്കലർത്തി ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ ഫിഖ്ഹുമായി യോജിക്കുന്നതല്ല. അർഹിക്കുന്ന ആ അവജ്ഞയോട് നാം തള്ളിക്കളയാറാണ് പതിവ്. ഇതോട് ചേർത്ത് മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ചില ആത്മീയ ചികിത്സകർ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഈ ചേക്കുട്ടിപ്പാവ അല്ലെങ്കിൽ ഇതര ആരാധ്യ കേന്ദ്രങ്ങളിലേക്ക് നേർച്ച അർപ്പിക്കുന്ന ഒരു പതിവുണ്ട്. അത് നമുക്ക് അനുവദനീയമാണോ? അൽ ഹലാലു ബയ്യനുൻ വൽ ഹറാമു ബയ്യനുൻ. വ്യക്തമാണ് ഷിർക്ക് അല്ലെങ്കിൽ ഹറാമായ ഒരു സേവ. അത് ഫുഖഹാക്കൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഹലാലു ബയ്യനാണ്, ഹറാമു ബയ്യനാണ്, അത് നമുക്കിവിടെ വ്യക്തമാണ്. അതല്ലാതെ കണ്ട് ഏതെങ്കിലും ഒരു പൈശാചികമായിരിക്കുന്ന ഒരു രൂപത്തിലേക്ക് ജനങ്ങൾ വന്നത് അവരുടെ വിവരക്കേടും അതിനെ സഹായിക്കുന്ന ചില ചൂഷകരുമാണ് അത് വലുതാക്കിയത്. തെറ്റാണ്, കുറ്റകരമാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതുമാണ് മുസ്ലിമീങ്ങൾ. അത്തരം ചൂഷണങ്ങൾക്കെതിരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ് താങ്കൾ. ആത്മീയമായി അതിനൊരു വ്യവസ്ഥാപിതമായ സംവിധാനം, സിം എന്നൊരു സംവിധാനം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് സിം എന്ന ഒരു സംവിധാനത്തിലേക്ക് നയിച്ച ഒരു ഘടകം? എന്തൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ? സിം എന്നുള്ള സംവിധാനം സ്കൂൾ ഓഫ് ഇസ്ലാമിക് മെഡിസിൻ, അത്ബ് റൂഹി വന്നഫ്സി, ആത്മീയ മനഃശാസ്ത്ര പഠനം, ഇതാണ് നാം അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഏത് രോഗത്തിനെ പറ്റി നാം നോക്കുമ്പോഴും ആത്മീയമായി നാം എന്തു പറഞ്ഞാലും മാനസികമായി ബന്ധമുള്ള രോഗമാണ് എല്ലാ രോഗവും. ചില സിഹ്റുവാദികളും പൈശാചികവാദികളുമുണ്ട്. ഒരുപക്ഷെ വാദമായിരിക്കും, അല്ലെങ്കിൽ വായു കോപിച്ചതായിരിക്കും. വാദത്തിൽ നിന്നുള്ള പല രോഗവുമായിട്ട് അത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ നാം കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ എന്നെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ഒരു രോഗി എന്നെടുത്ത് കൊണ്ടുവന്നു. അത് മജ്നൂനത്തായിരുന്നു. ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അഹുണ്ട്, അമ്മാവനുണ്ട്. അപ്പോൾ അവർക്ക് ഭ്രാന്തി പിടിച്ചു. എന്താണെന്ന് ചോദിച്ചു. അതൊരു അസ്വസ്ഥത വന്നു. പള്ളിയുമായി ബന്ധമുള്ള വലിയ അടുപ്പമുള്ള ഒരു ആളുടെ മകളാണ്. അങ്ങനെ അസുഖം വന്നപ്പോൾ പള്ളിയിലെ ഉസ്താദിനോട് പറഞ്ഞു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചോളാൻ പറഞ്ഞു. ആ രോഗത്തിൽ അവർക്ക് വീണ്ടും വീണ്ടും ചികിത്സിച്ചപ്പോൾ രോഗി തടിക്കുകയും വെറുതെ കോഴിക്കുഞ്ഞിനെ പോലെ തൂങ്ങിക്കിടക്കുകയും ഉറക്കം മാത്രമായി. അപ്പോൾ ഇനി ഉസ്താദിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ചിട്ട് തങ്ങളെ കാണിച്ചിട്ട് മാറാതെ വന്നപ്പോൾ അറിയപ്പെടുന്ന ഒരു മുസ്ലിയാരെ കാണിച്ചു. ഇവർ രണ്ടും മാറാതെ വന്നപ്പോൾ ഇവരൊരു ജ്യോത്സ്യനെ കണ്ടു. ജ്യോത്സ്യം പറഞ്ഞനുസരിച്ച് ഒരു പൂജാരിയെ കണ്ടു. ആ പൂജാരി ഇവരെ വ്യഭിചരിച്ചു. അങ്ങനെ അത് പിന്നെ ഈ കുട്ടിക്കും അതിൻ്റെ മാതാവിനും ഒരു ഭ്രാന്തായി എൻ്റെ അടുത്ത് വന്നു. അന്ന് മനസ്സിൽ വന്ന ഒന്നാണ് ഇതിൻ്റെ തൊലി പൊളിച്ച് ഹക്ക് ഏതാണ് ബാത്തലാണ് ഇതിലും ഒന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് തന്നെ പല ആളുകളും പകൽ വലിയ വാദങ്ങൾ പറഞ്ഞു, രാത്രി വലിയ വലിയ ഉലമാക്കൾ, വലിയ വലിയ പണ്ഡിതന്മാർ വെറും ജഹില മുറക്കബീങ്ങളിലത്തേക്ക് പോയി അസ്മാവ് ചെയ്യുന്ന ഒരു കേരളമാണ് ഞാൻ കണ്ടിരുന്നത്. അതിനെ ഒരു രണ്ടാം നമ്പറായി കണ്ടിരുന്നു. ആ രണ്ടാം നമ്പറായി കണ്ടതിന് അതിനൊരു പരിഹാരമുണ്ടാക്കണമെന്നും, രണ്ട്, ഏത് ആലിമിനെ കണ്ടാലും ഒരു സ്ഥലത്ത് പോയി ബെല്ലടിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗൾഫുകാരനെ സന്ദർശിക്കുന്ന
മകളുടെ കാര്യത്തിനോ വീട് വെക്കുന്നതിനോ ആലിമീങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന, തൻ്റെ ഒരു റേഷന് വേണ്ടിയോ ഒരു മരുന്നിന് വേണ്ടിയോ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന, ഇതെല്ലാം കൂടി എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ഇതൊരു പഠന രൂപത്തിൽ കൊണ്ടുവന്നാൽ ദാറുൽ ഹിക്മ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ഒരു ധനസഹായം ആവുകയും ചെയ്യും. അതിനൊപ്പം വലിയ ഒരു ദഅവത്ത് നടത്താനും പറ്റും. തന്നെയുമല്ല, ജീവിതത്തിൽ 63 വയസ്സായെങ്കിൽ 61 വർഷവും 61 ആൾക്ക് ഇതുകൊണ്ട് ഹിദായത്തോടെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റി. ഈ ലോക്ക്ഡൌൺ കാലത്ത് പ്രത്യേകിച്ചും ഈ സിം എന്ന സംവിധാനം വളരെ വിപുലപ്പെട്ടു വരികയാണ്. തീർച്ചയായിട്ടും. അപ്പോ ഈ പ്രേക്ഷകർക്ക് ഈ സിം എന്ന സംവിധാനത്തിൽ ആർക്കൊക്കെ ചേരാൻ കഴിയും? നിലവിൽ എത്ര പഠിതാക്കളുണ്ട്? അവരുടെ കോഴ്സുകളെ കുറിച്ചൊക്കെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ. സിം എന്നതിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉലമാഇനെയാണ്, ഡിഗ്രിയുള്ള പണ്ഡിതന്മാരെയാണ്. അവിടെ ഒരു ഇൽമില്ലാത്ത ഒരാൾ വന്നാൽ അയാൾക്കത് മനസ്സിലാകുകയുമില്ല. അടിസ്ഥാന വിഷയം ഇപ്പോൾ അലോപ്പതിയും മറ്റെല്ലാം ഹോമിയൊക്കെ അടിസ്ഥാന ഭാഷയായി ഇംഗ്ലീഷിനെ സ്വീകരിച്ചതുപോലെ ഇതിൻ്റെ അടിസ്ഥാന ഭാഷയായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അറബി ഭാഷയാണ്. ഗ്രന്ഥങ്ങളും അറബിയാണ്. 460ഓളം ഗ്രന്ഥങ്ങൾ അള്ളാഹുവിൻ്റെ കണ്ണുകൊണ്ട് വായിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിലെല്ലാം അടിസ്ഥാന ഭാഷ അറബിയാണ്. അനറബിയായി ധാരാളം ഫാരിസി കിതാബുകളും ഉറുദു കിതാബുകളും ഉണ്ട്. പക്ഷേ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഒരു പരിജ്ഞാനക്കുറവുണ്ട്. അടിസ്ഥാന ഭാഷ ഇതായതുകൊണ്ട് ഒരു പണ്ഡിതന്മാരെയാണ്, അഥവാ ഒരു ദാഇയെ മാത്രമാണ് സിം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇനി ചേരാൻ പറ്റുമോ? അൽഫിയും ഫത്തുൽ മൈനോദയ ആർക്കും ചേരാൻ പറ്റും. പക്ഷേ അവർക്ക് മനസ്സിലാകാൻ കുറവാണ്. ഇതിൽ വിട്ടുവീഴ്ചയുള്ളത് കേരളത്തിലും കർണാടകയിലുമായി 700-ടുത്ത് സാദാത്യങ്ങളുണ്ട്. അവരാരെയും ഇതിൽ പെടുത്തിയിട്ടില്ല. അവരെന്ത് പറയുന്നു അതിന് ആമന്ന ശബ്നം. ബാക്കി മുഴുവൻ എൻ്റെ 3000 ശിഷ്യന്മാരിൽ നിന്നും 80% ഡിഗ്രിയുള്ളവരും ബാക്കിയുള്ളവർ അൽഫിയും ഫത്തുൽമൈനും മഹല്ലിയും ഓതിയവർ മാത്രമാണ്. ഈ ആത്മീയ ചികിത്സാ രംഗത്ത് ഉസ്താദ് ഒരുപാട് കൃതികൾ കൂടി രചിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കൃതികളൊന്ന് വിശദീകരിക്കാമോ? 600ഓളം പേജ് വരുന്ന അറബി കിതാബാണ് ഷംസുൽ അസ്റാർ ഓ മആരിഫുൽ അഹ്റാർ. അതിൻ്റെ കോപ്പി ഇപ്പോൾ കിട്ടാനില്ല. മുജറബാത്തുൽ ജലാലി ഓ മവാഹിബുൽ മുത്തആലി എന്ന് പറയുന്ന 200ഓളം പേജ് വരുന്ന കിതാബ്, അതും അറബി കിതാബാണ്. മൂന്നാമത്തെ മംബഉ ഉലൂമുൽ ഗായാത്തി ഫീ സിദിൽ ബിർഹത്തിഹി വൽ ജൽജലൂത്ത് എന്ന് പറയുന്ന കിതാബ്, അതും അറബി കിതാബാണ്. അതുകൂടാതെ കണ്ട് സഫല ആത്മീയ ചികിത്സാ വിജ്ഞാനകോശം എന്ന് പറഞ്ഞു ഒരു വാള്യം ഇറക്കിയിട്ടുണ്ട്. പിന്നീട് മൗലിദ് താജുൽ ഔലിയ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പള്ളിപ്പടി എന്ന് പറയുന്ന പൊന്നുരുന്തയിലെ മഹാന്റെ പേരിൽ മൗലിദ് എഴുതിയിട്ടുണ്ട് അറബിയിൽ. അതുപോലെ തന്നെ പുറക്കാട് അറബി ഷെയ്ദ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ട്, അവരുടെ മൗലിദ് എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഇപ്പോൾ 7300ഓളം പേജ് വരുന്ന സഫല ചികിത്സ സാഗരം എന്ന് പറയുന്ന 10 വാള്യം ബുക്ക് അടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പണിപ്പുരയിലാണ്. മലയാളത്തിലുള്ള വല്ല കൃതികളും? ചെറിയൊരു ഖിദ്മത്ത് ആ ഭാഗത്ത് എന്നിൽ നിന്നുണ്ടായിട്ടുണ്ട്. നന്ന ചെറുപ്പത്തിൽ വന്യരായ പിതാവ് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരിൽ നിന്നാണ് കിതാബ് ഓതിയത്, ധാരാളം കിതാബ്. അതിൽപ്പെട്ട ഒരു കിതാബാണ് മിൻഹാജുൽ ആബിദീൻ. ആ മിൻഹാജ് വന്യരായ പിതാവ് തന്നെയാണ് ധാരാളം ഓതിത്തുന്നത്. അത് ഓതുന്ന കാലത്ത് പലപ്പോഴും പറയും ഇബാദത്ത് ചെയ്ത് ശീലിക്കാൻ. ആ ഓതിയത് ഒളിവെടുത്ത് ഓതി കിടക്കാൻ പറയും. അന്നൊക്കെ ഗസാലി ഇമാമിന് സ്വപ്നം കാണുമായിരുന്നു. 7 മലഞ്ചെരുവുകൾ വിട്ടുകിടന്ന് അള്ളാഹുവിൻ്റെ ഹളറത്തിലേക്ക് എത്തുക. അപ്പോൾ 7 അഖബ എന്നതിന് പറയുന്നത് കയറാൻ വിഷമമുള്ള മലഞ്ചെരുവ്. അത് വിട്ടുകിടന്ന് അള്ളാഹുവിൻ്റെ ഹളറത്തിലെത്തുമ്പോൾ കൊട്ടാരത്തിലെത്തി. അതാണ് പൊന്നിട്ട കൊട്ടാരം. മിൻഹാജുൽ ആബിദീൻ്റെ ഒരു ചെറിയ വിവർത്തനമാണത്. അത് ഏതാണ്ട് 600 ചില്ലാനം പേജുള്ള ഒരു പുസ്തകം ഇവിടെയുണ്ട്. സഫല അറബി ഭാഷയിലാണോ? സഫല എല്ലാവരും ഒഴിവാക്കിയിട്ടിരിക്കുന്ന, പഠിക്കാൻ സമയം ഒത്തിരി കളയുന്ന, മരിക്കുന്നത് വരെ പിന്നെ ആവശ്യമില്ലാത്ത 10,000-ഓളം ഗ്രന്ഥങ്ങൾ ഇവിടെ എഴുത്തച്ഛന് മുമ്പ് മലയാളത്തിലുണ്ടായിരുന്ന അറബി ലിപിയെ അറബി മലയാളമാകുന്ന അറബി മലയാളം. അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം രഹസ്യങ്ങൾ ഉലമായിലും നല്ല ഇഅ്തിഖാദുള്ളവരിൽ നിലനിൽക്കുക എന്നുള്ളതും പിന്നെ ഭാഷയെ പുനരുദ്ധരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വളരെ കഠിന ഒരു ഇംഗ്ലീഷോ മലയാളമോ ഒക്കെ എഴുതുന്നതിൻ്റെ 3 ഇരട്ടി സമയം വരുന്ന അറബി മലയാളത്തിലാണ് അത് നമ്മൾ ഹയാത്താക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. ഒരു ആളും ഇന്ന്
അറബി മലയാളത്തിൽ ഗ്രന്ഥം രചിക്കുന്നില്ല. അതുകൊണ്ട് അറബി മലയാളത്തിൽ തന്നെയാണ്. 7300 പേജ് 15 മാസം കൊണ്ട് രേഖിതമായെങ്കിൽ 42 വർഷത്തെ എൻ്റെ പഠനവും അധ്വാനവും ഗവേഷണങ്ങളും നാട്ടിലും വിദേശത്തുമുള്ള മഹത്തുക്കളുമായി കണ്ടറിഞ്ഞതും വലിയ കാലപ്പഴക്കമുള്ള മക്തൂബാത്തുകൾ അഥവാ നാം താളിയോല ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നവരുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും പല ലിപികളിലും എഴുതി വെച്ച, സുപരിചിതമല്ലാത്ത അപരിചിതമായ ലിപികളിൽ രഹസ്യം സൂക്ഷിക്കാൻ വേണ്ടി എഴുതി വെച്ച അതിലെല്ലാമാണ് ഇതുണ്ടായിരുന്നത്. അതിൽ നിന്നെല്ലാമാണ് ഞാൻ ജമ്പ് ചെയ്തത്. ഏതെല്ലാം വിദേശ രാജ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്? ഏതെങ്കിലും മശായിഖുമാരായിട്ടുള്ള ബന്ധങ്ങൾ? വിദേശ രാജ്യങ്ങളിൽ ധാരാളം പോയി മശായിഖുമാരുമായി ബന്ധമുണ്ടെങ്കിലും ഇതിന് ഞാൻ സന്ദർശിച്ചത് ഷാഡ്, സുഡാൻ, നൈജീരിയ. അവിടെ ധാരാളം പണം മുടക്കി തന്നെ, സ്വന്തം പണം മുടക്കി തന്നെ, ധാരാളം പണം കൊടുത്ത് തന്നെ നാളുകളോളം അവിടെ ഇരുന്ന് കാണുകയും കേൾക്കുകയും പഠിക്കുകയും ചികിത്സിക്കുകയും അങ്ങനെ ചികിത്സയും പഠനവുമായിട്ടാണ് അള്ളാഹു എന്നെ കൊണ്ടുപോയിരിക്കുന്നത്. ഈ വിദേശത്ത് പോയി എന്ന് പറയുമ്പോൾ മൊത്തം ഉലകം ചുറ്റിയ ഒരു പണ്ഡിതനാണ് ഇബ്നു ഖൽദൂൻ. അദ്ദേഹമൊക്കെ ഈ ആത്മീയ ചികിത്സയെ എതിർത്തു എന്നൊക്കെ പരാമർശം പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. എന്താ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ, 4 മുഖദ്ദിമയാണ് ലോകം അറിയപ്പെടുന്നത്. ഇവിടുത്തെ പാഠ്യ വിഷയത്തിലുള്ള ഒരു സാധനമാണ് മുഖദ്ദിമ. ആ മുഖദ്ദിമയിൽ ഇബ്നു ഖൽദൂൻ എതിർത്തിട്ടില്ല. അത് അദ്ദേഹത്തിനെ പറ്റി പറയുന്ന ഒരു ദുഷ്പ്രചനമാണ്. കാരണം സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് മൂപ്പർ. അതിൽ നിന്നെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടാകാം. എന്നാലും അദ്ദേഹം മുഖദ്ദിമയിൽ പറഞ്ഞത് ഫലക്കിനെയും മറ്റും സ്വാധീനിച്ചുകൊണ്ട് റിയാള മുഴുവൻ ഇലാഹിയാത്തിനല്ല ദുന്യവിയായ വളതിനു വേണ്ടി റിയാള വീട്ടിയ ഫലക്കും തസ്ഹീറുമായി പോകുന്ന ഒന്നിനെ അദ്ദേഹം എതിർത്തിട്ടുണ്ട്. ഞാനും ആ കൂട്ടത്തിലാണ്. നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വളരെ പ്രധാനമാണ്. ഈ ആരോഗ്യ സംരക്ഷണത്തിന് കായികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമീപിക്കാറുണ്ട്. അഭ്യാസമുറകൾ, കളരി പോലെയുള്ള. ഉസ്താദ് ആ രംഗത്ത് വല്ല അതെ, ഞാൻ അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളാണ്. കാരണം അമ്പയ്യാനും അമ്പയത്തിനും ആയുധമുറകളും ഒക്കെ നമ്മുടെ ദീനിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ആത്മീയ ചികിത്സ നടക്കുന്ന ഒരാൾ വലിയ വലിയ പിശാചുക്കളോടാണ് ഏറ്റുമുട്ടേണ്ടത്. ആ പിശാചുക്കൾ വടക്കൻ രാജ്യത്ത് അറിയപ്പെടുന്ന ചേക്കുട്ടിയുപ്പാപ്പനെ പോലെ തന്നെയാണ് ഗുരുക്കൾ. ഗുരുക്കളുടെ അടുത്തൊരു തങ്ങളോ മുസ്ലിയാരോ ചെന്നാൽ എടുക്കടാ പെട്ടി നടക്കട എന്ന് പറഞ്ഞ് വിടലാണ്. അതിന് ഇപ്പോഴത്തെ കളരിയൊന്നുമല്ല, ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റായ കുൻഫു പോലെയുള്ള ആയുധമുറകൾ പഠിക്കണമെന്ന് എൻ്റെ എല്ലാ ശിഷ്യന്മാരോട് പറയുകയും 6 വർഷം സാധുവായി ഞാൻ പഠിക്കുകയും ഒറ്റയും വാളും ഒക്കെ നന്നായി പറ്റുകയും ചെയ്യും. ആത്മീയ ചികിത്സകൾക്ക് അപ്പുറം തന്നെ ഒരുപാട് ആത്മീയ മജ്ലിസുകൾക്ക് ഉസ്താദ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ സ്ഥാപനത്തിൽ തന്നെ ഒരുപാട് വർഷങ്ങളായി സ്ഥാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ മജ്ലിസുകൾ ഇപ്പോൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്? മജ്ലിസ് ഏതാണ്ട് 25ഓളം മജ്ലിസ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നു. അതിൽ പലതും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇടക്ക് വെച്ചതിന് എൻ്റെ മനസ്സ് പിന്തിരിപ്പിച്ചത് മജ്ലിസിലേക്ക് വരുന്നത് കുറേ ദിക്റും ഒക്കെ ചൊല്ലി അവർക്കൊരു ഇഅ്തിഖാദ് ശരിയാക്കാനോ ഒരു ഫിഖ്ഹ് പഠിക്കാനോ താല്പര്യം കാണാതെ കണ്ട് ദിക്റിൽ മാത്രം ചടഞ്ഞുകൂടുന്ന ഒരവസ്ഥ. അവരൊരു സ്വാന്തന പ്രവർത്തനം അവരെ കിട്ടൂല, ഒരു സംഘടനാ പ്രവർത്തനത്തിന് അവരെ കിട്ടൂല, ഒരു ആലിമിനെ സ്വീകരിക്കാൻ അവരെ കിട്ടൂല. അങ്ങനെ വന്നപ്പോൾ ഞാനൊന്ന് ഉൾവലിഞ്ഞുകൊണ്ട് ഈ ആദ്യ ദൈവത്തിലാണ് എനിക്ക് താല്പര്യം വന്നത്. നിലവിൽ മജ്ലിസ് പല സ്ഥലത്തും ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുപോലെ ഒരു മികച്ചൊരു ദാവാ പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ ഈ ദാവാ രംഗത്തും ജീവകാരുണ്യ രംഗത്തൊക്കെ മറക്കാനാത്ത അനുഭവം, പ്രത്യേകിച്ച് ചേരികളിലും മുണ്ടക്കം പോലെയുള്ള മലയോര പ്രദേശങ്ങളിലൊക്കെ പ്രായോഗിക ദാവക്ക് ഉസ്താദ് പോയിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെയുള്ള സാഹചര്യങ്ങളൊക്കെ? 1976-77 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഇർഷാദിയ അക്കാദമി നടക്കുന്ന ലിയാഖത്ത് സഖാഫി നടത്തുന്ന സ്ഥാപനം, അദ്ദേഹത്തിൻ്റെ പിതാവ് എൻ്റെ ശിഷ്യനാണ്. അവരുമായി ആ നാടുകളിൽ ഞാൻ സഞ്ചരിക്കുമ്പോൾ 3 പ്രശ്നമാണ്. 1, മുസ്ലിംകൾ മറ്റുള്ളവരെ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്നു. 2, എഴുത്തിക്കാതിൽ പിഴച്ച നാം ഇന്നറിയപ്പെടുന്ന ജമാഅത്തോ മുജാഹിദോ അല്ലാത്ത തബ്ലീഗിൽ അടിമപ്പെട്ട് അത് മാത്രം ശരിയാണ് എന്ന് പറയുന്ന ജീവിക്കുന്ന 1. 3, അറിവില്ലാത്തത് കൊണ്ട് പള്ളിയുടെ തിണ്ണയിൽ ചവിട്ടി നിന്ന് മൂത്രമടിക്കുന്ന ഒരു ഖൗമ്. അന്ന് ആ നാടുകളിൽ ചെല്ലുമ്പോൾ സ്ത്രീകളുടെ അടിവസ്ത്രം തലയിൽ മുട്ടിയിട്ടല്ലാതെ അങ്ങോട്ട് കടക്കാൻ പറ്റൂലായിരുന്നു. അന്നും ഇന്നും എന്നും ഞങ്ങൾ സമസ്തക്കാരാണ്. ഒരു ദിവസം 10 മിനിറ്റ് സമസ്തയെ പറ്റി സംസാരിക്കണമെന്ന് എൻ്റെ മനസ്സിൽ അജ്മുള്ള ആളാണ്. അതേ വന്യരായ പിതാവിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള സമസ്ത അല്ലാത്തതൊന്നും ഞങ്ങൾക്കറിയില്ല.
നമ്മളുടെ വ്യക്തിശുദ്ധീകരണവും ദിക്റും തെസ്കിയത്തും കൊണ്ട് ഒരു വിഭാഗം പണാവള്ളി ഉസ്താദിൻ്റെയും മുണ്ടക്കയം അമ്പർ ഉസ്താദിൻ്റെയും ആളാക്കി മാറ്റുകയും അതിൻ്റെ പൂർത്തീകരണത്തോളം ഇപ്പോൾ ഇർഷാദിയ അക്കാദമിയും പൊന്മള ഉസ്താദിൻ്റെ ഏറ്റവും വലിയ ഹാദിമ്യങ്ങളും മുഹിബ്യങ്ങളുമായ നമ്മുടെ ലിയാഖത്ത് സഖാഫിയും അതുപോലെ തന്നെ ലബീബ് അസ്ഹരിയൊക്കെ രംഗത്ത് വന്ന് ഞങ്ങളുടെ പൂർത്തീകരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന. തുടക്കം വളരെ ത്യാഗം ചെയ്ത് ഈ ഖൗമ് ദിക്റിന് വരികയും അവർ നിസ്കരിക്കാൻ തുടങ്ങുകയും അതിൻ്റെ പൂർത്തീകരണം ഞങ്ങളുടെ മക്കളെ കൊണ്ട് അല്ലാഹു തആല ആക്കി. ഉസ്താദ് നേരിട്ട് നടത്തുന്ന ഉസ്താദിന്റെ സ്ഥാപനമാണ് ഈ പാണാവള്ളിയിലുള്ള ദാറുൽ ഹിക്കം. വളരെയേറെ പ്രവർത്തനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ സ്ഥാപനത്തിന് ഇത്തരം പ്രദേശത്ത് ഉണ്ടായ ഒരു സ്ഥാപിത ലക്ഷ്യവും അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പഠനം വലിയ മഹാന്മാരായ ഉസ്താദുമാരിൽ നിന്നായിരുന്നു. ക്ലാപ്പന ഉസ്താദ്, ഇ കെ ഹസൻ മുസ്ലിയാർ, ഷംസുൽ ഉലമ, വന്നിരായ ഷംസുൽ ഉലമ, അതുപോലെ തന്നെ കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ, ഷെയ്ഖുൽ ഹദീസ് ഇസ്മായിൽ മുസ്ലിയാർ, ഇതുപോലെയുള്ളവരിൽ നിന്നും വലിയ അവരുടെ പ്രവർത്തനങ്ങളും ജീവിതവും എൽമിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിച്ചിരുന്നു. ആ ദിക്ർ മാത്രമായി ജീവിച്ച അവസ്ഥയിൽ നിന്നും തെറ്റിച്ചതെല്ലാം ഇവരോടുള്ള സുഹബത്താണ്. പിതാവും എൽമിനോടുള്ള താല്പര്യം പറയുക. അങ്ങനെ വന്നിരായ പിതാവ് ഇവിടെ സ്ഥാപിച്ച ഖാദിരിയ മജ്ലിസ് ഉണ്ട്. അതിൻ്റെ 25ാം വാർഷികത്തിൽ ഒരു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തതിന് ശേഷം ഇൽമിനോടുള്ള താല്പര്യമുണ്ടാവുകയും അങ്ങനെ ദാറുൽ ഹിക്കം സ്ഥാപിക്കാൻ അങ്ങനെ ഒരുങ്ങുകയും വന്യരായ മഹാനായ ബദർ സാദാത്ത് അവരെ കൊണ്ടുമാണ് ദാറുൽ ഹിക്കം തുടങ്ങിയത്. അങ്ങനെ ഒരു ചെറുതായി തുടങ്ങിയെങ്കിലും അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാമ്പത്തികമായി വലിയ പ്രതിബദ്ധത നേരിട്ടു. ചെറുപ്പത്തിൽ നന്ദിയിൽ പഠിക്കുമ്പോൾ കുറ്റമ്പാറയും ചേറൂരും ഒക്കെ ഞങ്ങൾ ശരീക്കന്മാരാണ്. അന്ന് മദീനത്തുൽ പ്രസിഡന്റ് ഞാനാണ്. അപ്പോൾ ഒരാൾ ഇത്ര കലണ്ടർ വിൽക്കണമെന്നുണ്ട്, ആരും കാണാതെ കലണ്ടർ മാറ്റിവെച്ച് അത്രയും പൈസ എടുത്തു കൊടുക്കുന്ന പിരിവറിയാത്ത ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ദാറുൽ ഹിക്കം സ്ഥാപിച്ചപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വലിയ മഹാനായ പണ്ഡിതനെ കണ്ട് ഇങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്, ഗൾഫിലൊന്നും പോയിട്ട് കാര്യമില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, അത് നല്ലതാണ്, അപ്പം അത് ഇവിടെ നിന്ന് എന്താണ് അഭിപ്രായം, അങ്ങനെ കൊണ്ടുപോകുന്നത് മഹ്മൂദോ മദ്മൂമോ, എങ്ങനെ മദ്മൂമാവാനാണ് മഹ്മൂദാണ്, ഈ ഒരു വാക്കാണ് എന്നെ ഒരു ആത്മീയ ചികിത്സയിലേക്ക് പ്രേരിപ്പിച്ചത്. അപ്പോൾ ദാറുൽ ഹിക്മിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും കൂടിയാണ് പിന്നീട് ക്ലാസ് തുടങ്ങിയത്. ഈ ബ്ലോക്ക് ഡൗൺ കാലത്തും എല്ലാ ഉസ്താദുമാർക്കും കൃത്യമായി ശമ്പളം കൊടുക്കാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം സാധിച്ചു. ഒരു വലിയ ബ്ലോക്ക് വന്നപ്പോൾ ഖുർആൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു ക്ലാസ് തുടങ്ങി. അതിൽ ധാരാളം ആൾക്കാർ ചേർന്നു. അപ്പോൾ 3.5 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ആ കടം വീട്ടി ഏതാണ്ട് 4 ലക്ഷം രൂപയുടെ വർക്കും അവിടെ നടത്താൻ ഈ ആത്മീയ ചികിത്സയുടെ മേഖല കൊണ്ട് നമുക്ക് സാധിച്ചു. അപ്പോൾ ദാറുൽ ഹിക്കം വന്നത് ഒന്നിരായ പിതാവ് സ്ഥാപിച്ച ഖാദിരിയ മജ്ലിസിൽ നിന്നാണ്. അതിൻ്റെ 25ാം വാർഷികത്തിലാണ്. അൽഹംദുലില്ലാഹ് താജുൽ ഉലമ ഉള്ളാളത്തെ മൂപ്പര് മഹാനവറുകളാണ് ഇതിനെ കല്ലിട്ടത്. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് 10ാമത്തെ വർഷത്തിൽ ആ സ്ഥാപനത്തിൽ ഞങ്ങൾക്ക് ബുഖാരി ദർസ് നടത്താൻ പറ്റി. അങ്ങനെ പോകുന്നു അതിൻ്റെ വിശേഷം. ഏതായാലും ഈ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിൽ സന്തോഷം. ഇനിയും ഒരുപാട് ആത്മീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യത്തോട് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.